അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ശാരീരികവും മതപരവുമായ ഫിത്രത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി പിശാചി കിണഞ്ഞു പരിശ്രമിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം മനുഷ്യന്റെ പ്രകൃതത്തിൽ മാറ്റം വരുത്താനുള്ള ശക്തമായ പ്രേരണ നൽകുമെന്നാണ്, വ്യാമോഹങ്ങളും നൽകും. പിശാചിന്റെ പ്രഖ്യാപനമായി സൂറത്തു നിസായിൽ കാണാം, വല ഉദില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും ഫല യുബത്തികുന്ന ആദാനൽ അൻആമി വല ആമുറന്നഹും ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദി ശൈത്വാന വലിയ്യൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന. പിശാച് പറയുകയാണ്, അല്ലാഹുവേ, മനുഷ്യരെ ഞാൻ വഴിതെറ്റിക്കും, അവർക്ക് ഞാൻ വ്യാമോഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും, കന്നുകാലികളുടെ ചെവികളും മറ്റും അവർ കീറിമുറിക്കും. വല ആമുറന്നഹും, അതിനു പുറമെ ഞാൻ അവരോട് കൽപ്പിക്കും, ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ അപ്പോൾ അവർ മാറ്റം വരുത്തും. അല്ലാഹു നൽകിയ ഫിത്രത്തിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ നമുക്കറിയാം, ഏറ്റവും ചെറിയ വിഷയം മുതൽ വലിയ കാര്യങ്ങളിൽ വരെ ഈ ഫിത്രത്തിൽ മാറ്റം വരുത്തരുതെന്നുള്ള പ്രഖ്യാപനം കാണാം. ശരീരത്തിൽ പച്ച കുത്തുന്നത് ഇസ്ലാം വിലക്കിയിരിക്കും. ചില മനുഷ്യന്മാരുടെ ശരീരത്തിലേക്ക് നോക്കാൻ തന്നെ പറ്റൂല. ഇസ്ലാമിന്റെ ശുദ്ധമായ പ്രകൃതത്തെ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യനെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അതിൽ തന്നെ പിശാച് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റായി പിശാചിന്റെ ശ്രമത്തിൽപ്പെട്ടതാണ്, എന്തിനാണ് ഈ ആണും പെണ്ണും വ്യത്യാസം? ജെൻഡർ ന്യൂട്രാലിറ്റി. എന്താണ്? ആണും പെണ്ണും എന്നുള്ള വ്യത്യാസം വേണ്ട എന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് അന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ, ആണും പെണ്ണുമാകുന്ന ഇണകളായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആണ് പെണ്ണിന് ഇണയാണ്, പെണ്ണ് ആണിന് ഇണയാണ്. രണ്ടും ഒരുപോലെയാണോ? അല്ല. വലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ല. അല്ലാഹു നിശ്ചയിച്ച ഫിത്രത്ത് അതാണ്. പുരുഷന് പുരുഷന്റേതായ ശരീരപ്രകൃതിയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ശരീരപ്രകൃതിയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. രണ്ടും അത് രണ്ടായി തന്നെ നിലകൊള്ളണം. ആ ഫിത്രത്തിനെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടില്ലെങ്കിൽ സമൂഹം നശിച്ചു പോകുന്നതാണ്. എന്നാൽ ഇന്ന് വിദ്യാലയങ്ങളിൽ, പാഠപുസ്തകങ്ങളിൽ പോലും അള്ളാഹുവിനെയും പരലോകത്തെയും മതത്തെയും പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും മനുഷ്യത്വത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് നിങ്ങൾ ജനിക്കുമ്പോൾ തീരുമാനിക്കപ്പെടുന്നില്ല, മറിച്ച് പ്രായപൂർത്തിയായിട്ട് തീരുമാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ ലിംഗവ്യത്യാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 15 വയസ്സായി പ്രായപൂർത്തിയായിട്ട് ഒരു കുട്ടി വിചാരിക്കാണ്, എൻ്റെ ശരീരം ആണിൻ്റെതാണ്, പക്ഷേ എനിക്ക് പെണ്ണാവണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പെണ്ണാവാം. ഇനി ഒരു പെണ്ണിന് തോന്നുകയാണ് എനിക്ക് പെണ്ണാവണ്ട, എനിക്ക് ആണായാൽ മതി, എങ്കിൽ ആ നിലക്ക് ആണിൻ്റെ അവയവങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് ശരീരത്തിൽ പിടിപ്പിക്കുക. ഇങ്ങനെ ജനിക്കുമ്പോൾ ശരീരത്തിലേക്ക് നോക്കിയാണ് നാം ഒക്കെ ആണിനെയും പെണ്ണിനെയും തീരുമാനിക്കുന്നതെങ്കിൽ ആ കാലഘട്ടം കഴിഞ്ഞുവെന്നും ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ആ കുട്ടി തീരുമാനിക്കട്ടെ, ഇത് സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണ് എന്ന് പറയുന്നു. അവിടെയും നിന്നില്ല. പിന്നെയോ കൊരങ്ങനാവണോ നായയാവണോ എന്നുകൂടി നിങ്ങൾക്ക് തീരുമാനിക്കാം. ആരാണ് ഇതിന്റെ പിന്നിൽ? ശൈത്താൻ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വമൻ യത്തഖിദി ശൈത്താന വലിയ്യൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ മാറ്റി നിർത്തി, വേദഗ്രന്ഥത്തെ മാറ്റി നിർത്തി, പ്രവാചകന്മാരെ മാറ്റി നിർത്തിയാൽ പിന്നെ പിശാചിനെയാണ് പിൻപറ്റാനുള്ളത്. ആ പിശാചിനെ പിൻപറ്റിയവനേക്കാൾ മോശം ആരാണുള്ളത്? ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിനാണ്. യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമു ശൈത്താനു ഇല്ലാ ഗുറൂറ, പിശാച് നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനവും വ്യാമോഹവും എല്ലാം തന്നെ വഞ്ചനയുടെ വാഗ്ദാനങ്ങളാണ്.